ശൂർപ്പണഖാവിലാപം. ഖരന്റെ മരണത്തിനു ശേഷം ശൂർപ്പണഖ ഓടിയെത്തിയത് രാവണന്റെ സമീപത്തേക്കാണ്. രാക്ഷസ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെയാണ്. തനിക്ക് വേണ്ടത് വെട്ടിപ്പിടിക്കുക. അതിന് സാധ്യമായില്ലെങ്കിൽ അത് നേടാൻ വേണ്ടി ഏത് ദുർഘടമായ വഴികളും അതിനുവേണ്ടി തിരഞ്ഞെടുക്കും. മനുഷ്യ സ്വഭാവമല്ല അത്. അങ്ങനെയുള്ള മനുഷ്യരെ നന്നായി കരുതിയിരിക്കുക തന്നെ വേണം. ശൂർപ്പണഖ രാവണന്റെ കാൽക്കലേക്ക് ഓടി വന്ന് വീഴുകയാണുണ്ടായത്. തൻ്റെ സഹോദരിക്ക് വന്ന ഈ ദുരന്തത്തിന് കാരണക്കാർ ആരായാലും അവരെ കാലപുരിക്കയക്കുമെന്നുള്ള രാവണന്റെ പ്രസ്താവനയിൽ തൃപ്തി വരാതെ ശൂർപ്പണഖ പറയുന്നുണ്ട്, എൻ്റെ ദുഃഖത്തിന് കാരണമായത് ശ്രീരാമനും ലക്ഷ്മണനുമാണ്. പക്ഷേ മാനുഷ്യനല്ല രാമൻ. അത് ശൂർപ്പണഖയ്ക്ക് ഉറപ്പായിരുന്നു. അവനെ മായാശക്തി ഉപയോഗിച്ചു മാത്രമേ പരാജയപ്പെടുത്താൻ ശ്രമിക്കാവൂ. ഇത്രയും യോഗ്യനായ ശ്രീരാമൻ ഭാര്യ സീതാദേവിയോടൊപ്പമാണ് വസിക്കുന്നത്. സീതാദേവി വളരെ സുന്ദരിയാണ്. അവളെപ്പോലെ അതിമനോഹരിയായ ഒരു സ്ത്രീയെ ഞാൻ മുൻപെങ്ങും കണ്ടിട്ടേയില്ല. അവളോടൊപ്പമാണ് ശ്രീരാമനുള്ളത്. ഖരന്റെ സൈന്യത്തെയൊക്കെ നിഷ്പ്രയാസം കൊന്നൊടുക്കാൻ ശ്രീരാമന് സാധിച്ചത് അവൾ കൂടെയുള്ളതുകൊണ്ടാണ്. ഇത്രയും സുന്ദരിയായ ഒരുവളെ അപഹരിച്ച് സഹോദരനായ താങ്കൾക്ക് നൽകി താങ്കളെ ജഗൽപതിയാക്കണമെന്നാഗ്രഹിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും അതിനാണ് ലക്ഷ്മണൻ തൻ്റെ അവയവങ്ങൾ ഛേദിച്ചതെന്നും പറയുമ്പോൾ ശൂർപ്പണഖയ്ക്ക് നന്നായിട്ടറിയാമായിരുന്നു സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ രാവണൻ്റെ മനസ്സിളകുമെന്ന്. സത്യം എത്ര അകലെയാണെന്ന് മാത്രം. രാവണനെ തന്നെ വധിക്കാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം പിറവി കൊണ്ടിട്ടുണ്ടെന്ന് നന്നായിട്ടറിയാം. ജയവിജയന്മാരിലെ ജയനാണ് രാവണൻ. അതൊരു പഴയ കഥ. രാവണൻ ചിന്തിച്ചത് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് വിധി നിയോഗമാണ്. അതല്ലെങ്കിൽ സുന്ദരിയായ സീതയെ തനിക്ക് കിട്ടുകയും ചെയ്യും.